പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നാണ് ഉമ്മാൻ്റെ സർജറി ഇട്ടോ, കാലിൻ്റെ എല്ല് പൊട്ടി. അപ്പോൾ അനുജനുണ്ട്, ഇതാ ബാംഗ്ലൂരിൽ പെങ്ങളുണ്ട്, മറ്റേ വേറെ പെങ്ങളുണ്ട്, പിന്നെ ഇതാ പെങ്ങന്മാരൊക്കെ ഉണ്ട്, അനുജൻ്റെ ഭാര്യ ഉണ്ട്. അപ്പോൾ ഇതിനെന്താ സംഭവിച്ചാൽ ഉപ്പ ഞങ്ങൾക്കൊക്കെ ധൈര്യം തരുന്ന ആളാണ്. ഒരു കാരണവശാലും ടെൻഷൻ പാടില്ല, ഒന്നിനും ടെൻഷൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ വളർത്തിയത്. ഞങ്ങളിപ്പോൾ പോകുന്ന അങ്ങനെ. ഇപ്പോൾ ഈ ബുധനാഴ്ച എൻ്റെ മോളെ വലിയൊരു സർജറി ഇവിടെ ഉണ്ട്. അപ്പോഴൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ഉപ്പാൻ്റെ ആ ഒരു ധൈര്യമാണ്. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ ഞാൻ കണ്ടത് എന്താ വെച്ചാൽ ഉപ്പ എല്ലാം കൂടി വാടി കുഴഞ്ഞ് എന്താ പറയുക, ഭയങ്കര ഫീലിങ്സ് ആയിട്ട്. അത് മക്കൾ ആരൊക്കെ നമുക്കുണ്ടെങ്കിലും എത്രയൊക്കെ കൂട്ടുകുടുംബം ഉണ്ടെങ്കിലും ഒരു ഏജ് ആയി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും അവർ തമ്മിലൊരു ബന്ധം, ആ ഒരു സ്നേഹം, ആ ഒരു കരുതൽ, ആ ഒരു കാത്തിരിപ്പ്, അതൊക്കെ ഇന്നലെ ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കി. ഉമ്മാൻ്റെ ബെഡിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ വളരെ വേദനിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര പ്രായമായി കഴിഞ്ഞാലും ഫാമിലി ആകുമ്പോൾ ഭാര്യയും ഭർത്താവും ആകുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, അത് വല്ലാത്തൊരിതാണ്. ഇതാ ഉപ്പുണ്ട് ഇവിടെ. ശരി, ഇതാണ്ടോ ഉപ്പ നോക്കി. നിങ്ങൾ സാധാരണ എൻ്റെ കൂടെ കാണുന്ന പോലെ അല്ല, ഭയങ്കര ഫീലിങ്സ് ആയിട്ട്, ഭയങ്കര വിഷമമായിട്ട്. ഞങ്ങൾക്കൊക്കെ ധൈര്യം തരുന്ന നിങ്ങളല്ലേ. നിങ്ങളെന്തപ്പം ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുക ദൈവത്തോട്, പഠിച്ചോനോട്. മക്കൾ, കുട്ടികൾ, പേരക്കുട്ടികൾക്ക് എല്ലാവരും ആയുസ് ആരോഗ്യം കൊടുക്കാൻ പറ്റും. നമുക്ക് വളരെ ഇതായി കിട്ടിയിട്ടുണ്ട്. അവസാനം ഭാര്യയും ഭർത്താവിനും ഉണ്ടാവുള്ളൂ. എത്ര കൂട്ടുകുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരി, അവർ തമ്മിൽ തന്നെ എന്ത് തുടക്കും.